ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ 3 ദിവസത്തെ പര്യടനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കൊച്ചിയിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചയും നടത്തും. സംസ്ഥാനത്ത് പാർട്ടിക്കുള്ള ന്യൂനപക്ഷ വിരുദ്ധ പ്രതിച്ഛായ മറികടക്കുകയാണ് കൂടിക്കാഴ്ചകളുടെ ലക്ഷ്യമെന്നാണ് കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടിക്ക് പുറത്തുള്ള നേതാക്കളെയും ബിജെപിയുമായി അടുപ്പിക്കുന്നതിനും നീക്കമുണ്ട്. എൻഡിഎയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വിപുലീകരിക്കാനുള്ള നീക്കവും സജീവമാക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് ബിജെപിയുടെ അടിത്തറ വിപുലമാക്കുക എന്ന ലക്ഷ്യവുമായാണ് അമിത്ഷാ കേരളത്തിലെത്തുന്നത്. കൊച്ചിയിലെ സഭാ ആസ്ഥാനമായ റിന്യൂവൽ സെന്ററിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് പാർട്ടി വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ ബിഷപ്പ് ഹൗസുകളിൽ നേരിട്ടെത്തിയാണ് ബിഷപ്പുമാരെ യോഗത്തിലേക്ക് ക്ഷണിച്ചത്. ബീഫ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധങ്ങളുയരുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ചയെങ്കിലും ന്യൂനപക്ഷ വിരുദ്ധ പ്രതിച്ഛായ മറികടക്കുകയാണ് ലക്ഷ്യം. എൻഡിഎയിലെ BDJS ഉൾപ്പെടെയുള്ള കക്ഷികളുടെ അതൃപ്തി പരിഹരിക്കാനും മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യാനും എൻഡിഎ യോഗവും ചേരുന്നുണ്ട്. പാർട്ടിക്ക് പുറത്തുള്ള ചില നേതാക്കളെ തെരഞ്ഞെടുപ്പിന് മുൻപ് രംഗത്തെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും തീരുമാനിച്ചിട്ടുണ്ട്. Definitely people from other parties or the popular people who are so far has not been in politics are all welcome to BJP, and even during the visit of our national president a few such cases are on cards which will be revealed to the media friends in a day or two. അമിത്ഷായുടെ പര്യടനത്തോടെ കേരളത്തിൽ ബംഗാളിൽ എന്ന പോലെ CPMന്റെ അന്ത്യത്തിന് തുടക്കമാകുമെന്നാണ് BJPയുടെ അവകാശവാദം. അമിത്ഷായ്ക്ക് പിന്നാലെ 5 കേന്ദ്രമന്ത്രിമാരും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സംസ്ഥാനത്തെത്തുന്നുണ്ട്. കെ സുനിൽകുമാർ, മീഡിയ 1 കൊച്ചി.